പല വഴിപാടുകളും ശബരിമലയിലടക്കം പല ദേവസ്വം ക്ഷേത്രങ്ങളിലുമൊക്കെ നടത്തുന്ന സമയത്ത് റിസീപ്റ്റ് ഇല്ലാതെ നടത്താനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് ഇത്തരം ഇൻഫോർമൽ വഴികളുണ്ടാവും. പല ഔദ്യോഗികമല്ലാത്ത അനൗദ്യോഗിക വഴികളിലൂടെ പോകണം. അതിലൊരു കക്ഷിയാണ് മുരാരി ബാബു എന്ന തരത്തിലുള്ളൊരു ആരോപണമുണ്ട്. നിലവിലത് ആരോപണം മാത്രമാണ്. അതിലൊരു ഉദാഹരണം ഞാൻ പറയാം. ആനയെ എഴുന്നള്ളിക്കുന്നതും അതിൻ്റെ വഴിപാടിന് ആനയെ ഉപയോഗിക്കുന്നതും സംബന്ധിച്ചൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാനയെ ഒരു ദിവസം എഴുന്നള്ളിക്കുന്നതിന് അല്ലെങ്കിൽ അമ്പലത്തിലെ വഴിപാടുകൾക്ക് ഉപയോഗിക്കുന്നതിന് 15,000 രൂപയാണ് ദേവസ്വം ബോർഡ് ആനയുടമകൾക്ക് കൊടുക്കുന്നതെന്നിരിക്കട്ടെ. അതൊരു ദിവസത്തേക്ക് മുഴുവനാണേ. അപ്പോൾ ആ ദിവസം തന്നെ 2ഉം 3ഉം വഴിപാടുകൾക്ക് ഈ ആന ഉപയോഗിക്കും. ഇത് ദേവസ്വം ബോർഡ് അറിയാതെ 2ഉം 3ഉം വഴിപാട് നടത്തുന്ന സ്പോൺസർമാരിൽ നിന്ന് പണം വാങ്ങും. എന്നിട്ട് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എത്രയാണ്? 15,000 രൂപ മാത്രമാണ്. ആ 15,000 രൂപ ദേവസ്വം ബോർഡ് ആന ഉടമകൾക്ക് കൊടുക്കും. ബാക്കി പണം ഈടാക്കിയിരുന്നോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇതൊരു വലിയ ചോദ്യമായി ഇപ്പോഴും അവശേഷിക്കുന്നതാണ്. പടിപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ സ്പോൺസർമാരെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധം ഈ മുരാരി ബാബു പുലർത്തിയിരുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതാണ് ആദ്യ ഭാഗം. മുരാരി ബാബുവിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ മുരാരി ബാബുവാണ് എങ്ങനെ ശബരിമലയിൽ ഒരു പ്രധാന തസ്തികയിലേക്ക് എത്തി. മുരാരി ബാബു ആദ്യം കോൺഗ്രസ് സംഘടനയിലായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം ദേവസ്വം റഫറണ്ടം വരികയും ആ ദേവസ്വം റഫറണ്ടത്തിൽ കോൺഗ്രസിന് അവിടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴാണ് വളരെ പെട്ടെന്ന് മുരാരി ബാബു ഇടതു സംഘടനയുടെ ഭാഗമാകുന്നതും ഇപ്പോൾ ഇടതു സംഘടനയുടെ സംഘടനാ പ്രവർത്തകനായി അദ്ദേഹം അവിടെ തുടരുന്നതും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം.